ഈ വയനാട് മുണ്ടക്കൈ പുനരധിവാസം ചർച്ച ചെയ്യാൻ പ്രത്യേക മന്ത്രിസഭാ യോഗം ഇന്ന് വൈകിട്ട് 3:30 ഓൺലൈനായി ചേരുന്നുണ്ട്. പുനരധിവാസത്തിന് വേണ്ടിയുള്ള സ്ഥലം ഏറ്റെടുക്കൽ, നിർമ്മാണ പ്രവൃത്തികൾ എന്നിവ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊക്കെ ഇന്നുണ്ടായേക്കും. പുനരധിവാസം 2 ഘട്ടമായി നടത്തുന്നത് ചർച്ച ചെയ്യും. ഉറ്റവരും വീടും സ്ഥലവും ഒക്കെ നഷ്ടപ്പെട്ടവർക്കും ആദ്യ പരിഗണന നൽകാനാണ് തീരുമാനം. അപകട മേഖലയിൽ ഉരുൾപെട്ടവർക്കുള്ള പുനരധിവാസം 2ാം ഘട്ടത്തിലാകും നടക്കുക എന്നാണ് മനസ്സിലാകുന്നത്. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായിട്ടുണ്ട്. രാഹുലെ, ഇപ്പോൾ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ആദ്യ കരട് പട്ടിക വന്നു ഈ ദുരന്തത്തിൽപ്പെട്ടവരുടെയൊക്കെ. അപ്പോൾ അതിൽ ചെറിയ പ്രശ്നങ്ങളും ആളുകളുടെ അസ്വസ്ഥതകളൊക്കെ ആളുകൾ ഇന്നലെ ഒരു പ്രതിഷേധ സ്വരത്തിലൊക്കെ പ്രകടിപ്പിച്ച കണ്ടാണ്. പക്ഷേ സമയമുണ്ട്, 15 ദിവസം ആളുകൾക്ക് അവരുടെ പരാതികൾ ഉന്നയിക്കാം. അതിനൊക്കെ ശേഷമാണ് ഒരു അന്തിമ പട്ടിക വരിക. ഇന്നിപ്പോൾ ഈ 3:30 നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകും? ഒരു ഫൈനൽ തീരുമാനം പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പ്രതീക്ഷിക്കണോ, അതോ അതിൻ്റെ ഒരു ചർച്ചകളുടെ ഒരു തുടർച്ചയാണോ? എന്തായാലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പ്രത്യേക മന്ത്രിസഭാ യോഗമാണ്. ഇന്ന് വൈകിട്ട് 3:30 ഓൺലൈനായാണ് മന്ത്രിസഭാ യോഗം ചേരുന്നത്. ഈ വയനാട് ദുരന്തം ഉണ്ടായതിന് പിന്നാലെ തന്നെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ ഈ ഒരു പുനരധിവാസ പാക്കേജ്, അത് ഒരു പ്രത്യേക പാക്കേജ് ആയിരിക്കണം, ഓരോ വ്യക്തികളെയും തിരിച്ചറിഞ്ഞ് അവരുടെ ദുരിതം തിരിച്ചറിഞ്ഞ് ഓരോ വ്യക്തികളെയും പരിഗണിക്കുന്ന പാക്കേജ് ആകണമെന്ന് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു. എന്നാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ ചെറിയ മന്ദത സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ്. കാരണം മന്ത്രിസഭാ ഉപസമിതിയൊക്കെ രൂപീകരിച്ചിട്ട് അതിന് മുന്നോട്ട് പോകാൻ കൃത്യമായി വേഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രത്യേക മന്ത്രിസഭാ യോഗം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും സുപ്രധാനമായ തീരുമാനങ്ങൾ ഉണ്ടാകും. 2 ഘട്ടങ്ങളായാണ് പുനരധിവാസം നടക്കുക. ഒന്ന്, ഉറ്റവരും വീട് നഷ്ടപ്പെട്ടവരെയായും പരിഗണിക്കുക. മറ്റൊന്ന്, ഈ അപകട മേഖലയിൽ ഉൾപ്പെട്ടവരെയും പരിഗണിക്കുക. എന്തായാലും സുപ്രധാനമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ദേവീഷ്.